നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്ന് ഒരു കപ്പൽ എണ്ണൂർ പോർട്ടിലോട്ട് തിരിച്ചുവിടേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞു. പവറുമായി ബന്ധപ്പെട്ടാണ്. ഇലക്ട്രിസിറ്റി അവർക്ക് മതിയായ തോതിൽ കൊടുക്കാൻ പറ്റാതെ ആ പ്രോബ്ലം വന്നപ്പോൾ, പവർ പ്രോബ്ലം വന്നപ്പോഴാണ് ചെന്നൈയിൽ നിന്ന് എണ്ണൂറിലോട്ട് കപ്പലിനെ തിരിച്ചുവിട്ടത്. അപ്പോൾ എന്തുമാത്രം പ്രാധാന്യമാണ് പോർട്ടിനകത്ത് ഇലക്ട്രിസിറ്റി, പവറിനുള്ളത് എന്നുള്ളത് എല്ലാവർക്കും ആ സംഭവത്തോടെ മനസ്സിലായി. മാത്രമല്ല, ഇപ്പോൾ പോർട്ടിൽ നിന്ന് കപ്പലിലേക്ക് പവർ കൊടുക്കുന്നത് ഒരു പുതിയ സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായി അങ്ങനെ ചിന്തിക്കണമെന്ന് പറയുന്ന ലോകം മുഴുവനുള്ള പോർട്ടുകൾ അങ്ങനെ വരുന്നുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള പവർ, പോർട്ടിൽ നിന്ന് എത്രത്തോളം പവറാണ് ഒരു കപ്പലിന് കൊടുക്കേണ്ടി വരുന്നത്, ഈ പവർ നമുക്ക് ഈ നോൺ കൺവെൻഷണൽ രീതിയിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാൽ നമുക്കും ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകാം എന്നും ഇതിനു മുമ്പുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. The amount of power we were talking can be significant. A large RoPax vessel, container ship or cruise liner in port can consume enough electricity to power a small city. ഏത് തരം കപ്പലായാലും, റോറോ ആയാലും, പാസഞ്ചർ ആയാലും, കണ്ടെയ്നർ ആയാലും, ക്രൂയിസ് വെസൽ ആയാലും ധാരാളം പവർ അവയ്ക്ക് ആവശ്യമുണ്ട്. ഒരു സ്മോൾ സിറ്റിക്ക് പവർ കൊടുക്കുന്നത് പോലെ വേണം ഈ കപ്പലിനും പവർ കൊടുക്കാൻ. അപ്പോൾ ഇത് നാളിതുവരെ ഡീസൽ ജനറേറ്റ് ചെയ്തുകൊണ്ട്, ഡീസൽ ജനറേറ്റർ അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് പവർ എടുത്തിരുന്നതെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കാരണം അതൊക്കെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നോൺ കൺവെൻഷണലായ രീതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പവർ പോർട്ടിൽ നിന്ന് വാർഫിലെടുക്കുന്ന കപ്പലുകൾക്ക് കൊടുക്കണം എന്നുള്ള പുതിയ ഒരു ആശയം, തീരുമാനമല്ല ആശയം, അത് തീരുമാനമായി പല പോർട്ടുകളും പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. Just one single container vessel might have an hourly electricity demand of 4000 kilowatt per hour. ഒരു കണ്ടെയ്നർ വെസലിന് അധികം പവർ ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ലൈറ്റൊന്നും അധികം കാണാറില്ല. അങ്ങനെയുള്ള കണ്ടെയ്നർ വെസലിന് ഒരു മണിക്കൂറിൽ 4000 കിലോ വാട്ട് പവർ ആവശ്യമുണ്ട്. കിലോ വാട്ട് അവർ. അപ്പോൾ എന്തുമാത്രം പവറാണ് സാധാരണ മറ്റ് കപ്പലുകൾക്ക്, ക്രൂയിസ് കപ്പലിനും മറ്റും വേണ്ടി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓൺ എ 10 hour പോർട്ട് സ്റ്റേ, സാധാരണഗതിയിൽ ഒരു കപ്പൽ വന്നാൽ ഉടനെ അങ്ങ് പോവാറില്ല. ശരാശരി 8 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂർ, ഒരു ദിവസം വരെ നീളുന്ന പ്രവർത്തനവുമുണ്ട്. ഓൺ എ 10 hour പോർട്ട് സ്റ്റേ ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു ഇനഫ് ഇലക്ട്രിസിറ്റി ടു പവർ 10 ആവറേജ് 4-person ഹൗസ് ഹോൾഡ്സ് ഫോർ എ ഇയർ. 4 പേരടങ്ങുന്ന 10 കുടുംബത്തിന് ഒരു വർഷം വേണ്ട വൈദ്യുതിയാണ് 10 മണിക്കൂർ ഒരു കപ്പൽ പോർട്ടിൽ നിന്നാൽ നൽകേണ്ടി വരുന്ന വൈദ്യുതി. അത് നൽകുകയല്ല, സ്വയം ജനറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത്രയധികം കാർബൺ എമിഷൻ നമ്മുടെ തൊട്ടടുത്ത തീരപ്രദേശത്തെ അന്തരീക്ഷത്തിൽ അതിലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പോർട്ടിൽ നിന്നും പവർ കൊടുക്കുന്ന പ്രവർത്തനം അടിയന്തരമായി നമ്മൾ ആലോചിക്കണം. അതിപ്പോൾ ഒരു തീരുമാനം പോലെ പല രാജ്യങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞു. Now regulators എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റ്സ് ആണ്. Now regulators around the world are taking action and governments are making it mandatory for ports to install shore power facilities. ഷോറിൽ തന്നെ പവർ ജനറേറ്റ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഉണ്ടാവണം എന്നുള്ളത് ഈ അധികാരികൾ, ഗവൺമെൻറ്റുകൾ, തീരുമാനമെടുക്കുന്നവർ, നിയമം നടപ്പിലാക്കുന്നവരൊക്കെ ചേർന്ന് തുടങ്ങിയിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. They are even co-funding projects as part of their ഡീകാർബണൈസേഷൻ എഫേർട്സ്. ഈ പ്രവർത്തനത്തിൽ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ പോർട്ടുകൾ ഇതിനു വേണ്ടിയുള്ള ചെലവ് പോലും തുല്യമായി വഹിക്കുന്നുണ്ട്. കോ പാർട്ട്നേഴ്സായി മാറുന്നുണ്ട്, കോ ഫണ്ടിങ് ഏജൻസ് ആയിട്ട് മാറുന്നുണ്ട്. From 2030, all container and passenger ships will be required to connect to shore power when they are in a trans-European network port for more than 2 hours. It is likely that similar legislation will soon be more common worldwide, making a shore power connection essential on board. തീരുമാനം ഇത് നിർബന്ധമായും ഈ വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററുകൾ നിർത്തലാക്കി പകരം പോർട്ടിൽ നിന്ന് പവർ എടുക്കണം എന്നുള്ളത് ആഗോള തീരുമാനമായി വളരെ താമസിച്ച 2030 യൂറോപ്പിലാകുന്നു. അതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ എല്ലായിടത്തും വരും എന്നുള്ളതാണ് ഈ ഒരു കഥയിലൂടെ, ഈ റിപ്പോർട്ടിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ നമുക്കെല്ലാവർക്കും, പോർട്ടിൻ്റെ പരിസരത്തല്ല, ദൂരെ ഇരിക്കുന്നവർക്കും നമുക്കെല്ലാവർക്കും പറ്റുന്ന സോളാറാണ്. വിൻഡ് നമുക്ക് അത്രത്തോളം ഫെമിലിയർ ആയിട്ടില്ല. സോളാർ പവർ ഉൽപ്പാദിപ്പിച്ച് മെയിൻ ഗ്രിഡിൽ കൊടുത്താൽ, മെയിൻ ഗ്രിഡ് അത് പോർട്ടിൽ കൊടുക്കുകയും കപ്പലിൻ്റെ നിന്നുള്ള റവന്യൂവിൻ്റെ ഓഹരി നമുക്കൊക്കെ കിട്ടുകയും ചെയ്യും.
നിലവിൽ ഒരുപാട് പരാതികളുണ്ട്. KSEBയുടെ പവർ പ്രോജക്ട്സിനെ കുറിച്ചൊക്കെ നിരവധി പരാതി കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബദൽ മാർഗം സ്വീകാര്യമായ, ജനങ്ങൾക്കും സ്വീകാര്യമായ ഒരു ബദൽ മാർഗം കപ്പലിനു വേണ്ടി, പോർട്ടിനു വേണ്ടി സ്വീകരിക്കുന്നതും നന്നായിരിക്കും. ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ പുതിയ ഒരു കപ്പലാണ്. നമ്മുടെ തീരത്തുകൂടി ഇങ്ങനെ ഒരു കപ്പൽ അധികം കണ്ടിട്ടില്ല. നമ്മൾ പവറിൻ്റെ കാര്യത്തിൽ റോറോ, പാസഞ്ചർ വെസൽ, കണ്ടെയ്നർ ഷിപ്പ്, ക്രൂയിസ് വെസൽ എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പുതിയൊരു കപ്പൽ, എൻ്റെ പേര് ഗ്രാൻഡ് ഡക്കർ എന്നാണ്. ഗ്രാൻഡേ ഡക്കർ ഇറ്റാലിയൻ ഫ്ലാഗ്ഡ് കപ്പലാണ്. പക്ഷേ ഒരു സയാമീസ് പോലെയാണ്. രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത്, കുറച്ച് കണ്ടെയ്നറും കുറച്ച് കാറുകളും. ഏകദേശം 1800 TU കപ്പാസിറ്റി ഉണ്ട്. കണ്ടെയ്നേഴ്സ് കയറ്റുന്നതോടൊപ്പം 5254 കാറുകളെയും കയറ്റാം. രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്ന കപ്പലാണത്. ഷാങ്ഹായിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ മുമ്പിലെത്തി, പക്ഷേ എങ്ങോട്ടാണ് പോകുന്നത് എന്നില്ല. വെയിറ്റിംഗ് ഫോർ ദ ഓർഡർ എന്നുള്ളതാണ് ഡെസ്റ്റിനേഷൻ കാണിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ ഏത് പോർട്ടാണെന്ന് പറയുന്നില്ല. എന്തായാലും ആദ്യമായിട്ടാണ് കണ്ടെയ്നറും കാറുകളും ഒരുമിച്ച് കയറ്റുന്ന ഒരു കപ്പലിനെ നമ്മുടെ തീരത്ത് കാണുന്നത്. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.